ഉത്സവത്തെ പറ്റി പറയാം. ആദ്യം ഉത്സവം എന്ന് പറയുമ്പോൾ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ് അല്ലേ. അപ്പം ഇവിടെ ഉത്സവത്തിന് പോകുമ്പോൾ നമ്മൾ ആദ്യം ഉത്സവം എന്ന് പറയുമ്പോൾ സന്ധ്യ കഴിയുമ്പോഴാണ് ആളുകൾ എത്തിച്ചേരുക അല്ലേ. അപ്പോഴത്തേക്കും നന്നായിട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കണം. അതുവരെ അമ്പലത്തിലുണ്ടായതിനെക്കാട്ടിൽ മൂടി കൂട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നന്നായിട്ട് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് എല്ലാ അമ്പലം മുഴുവൻ അലങ്കരിക്കും. ദേവിക്കും ദേവന്മാർക്കും ഒക്കെ പ്രത്യേക വേഷവിധാനങ്ങളുമൊക്കെ ഉണ്ട്. ഭയങ്കര ഭംഗിയായിരിക്കും. അങ്ങനെ പിന്നെ ലൈറ്റാണ് മുഴുവൻ, പലതരത്തിലുള്ള ലൈറ്റുകൾ. അങ്ങനെ ലൈറ്റിൻ്റെ ഒരു അഭിഷേകം എന്ന് പറയും. അങ്ങനെ ലൈറ്റുകളെല്ലാം കൊടുത്ത് പിന്നെ ഈ പരിപാടികളൊക്കെ ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ശബ്ദ ആവശ്യമാണല്ലോ. അപ്പം അതിൻ്റെ വേണ്ടിയിട്ട് ഇങ്ങനെ ബോക്സുകളിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ ചെവിയിലോട്ടുള്ളതാണല്ലോ എന്ന് ഓർക്കുമ്പോഴല്ലോ. അപ്പം ഞങ്ങളവിടെ നിന്നപ്പം തന്നെ ഇപ്പോൾ ഒരു പാട്ടിന് ഇത്തിരി സൗണ്ട് കൂടിയപ്പം തന്നെ കുഞ്ഞ് ചെവിയും ഇങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ എന്താണ് ഈ സൗണ്ടാണ്. ഈ സൗണ്ട് അധികമായിട്ട് എന്താണ് നമ്മുടെ ചെവിക്ക് മോശമായി ബാധിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ ഇതൊക്കെ ഉത്സവത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഉത്സവം തുടങ്ങുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഉത്സവത്തിലേക്കുള്ള വഴികളിലെല്ലാം തന്നെ ട്യൂബ് ലൈറ്റ് ഇട്ട് നിറയെ ഇട്ടിങ്ങനെ വഴി മുഴുവൻ ഇങ്ങനെ ട്യൂബ് ലൈറ്റ് ഇട്ട്. അപ്പോൾ രാത്രി പോകാനും വരാനും ഒന്നും പ്രശ്നമില്ല, നിറയെ നല്ല വെട്ടമുണ്ട്. പിന്നെ ആളുകളിങ്ങനെ വൈകുന്നേരം ഇവിടെയൊക്കെ കൂടുതലും ജോലിക്ക് പോകുന്നവരൊക്കെയാണ്. അപ്പോൾ എല്ലാവരും, അത് സ്ത്രീകൾ ഉൾപ്പെടെ, വീടുകളിൽ മിക്കവാറും വൈകുന്നേരം ആരെങ്കിലും കാണുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഫ്രഷാകുക. അമ്പലത്തിൽ ഫുഡൊക്കെ ഉണ്ട്, അന്നദാനമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ ഉത്സവത്തിൻ്റെ ലഹരിയിലാണ്. ഇനി പ്രധാന ഉത്സവം വരുന്നതുള്ളത്, അത് 2-3 ദിവസമുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിയണം. പക്ഷെ എന്നും എല്ലാവരും ഉത്സവത്തിന് അമ്പലത്തിൽ പോയി പരിപാടിയൊക്കെ കണ്ടിട്ട് ഇപ്പം നേരത്തെ എല്ലാം തീർന്നത് കൊണ്ട് സൗകര്യമാണ്. വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ. വെളുപ്പാങ്കാലം വരെ പരിപാടിയാണ്. താമസിച്ച് തുടങ്ങുന്നു ഒന്നാമത്തെ കാര്യം. ഇപ്പം നേരത്തെ തുടങ്ങുന്നതുകൊണ്ട് നേരത്തെ തീരുന്നു. അപ്പോൾ എല്ലാവർക്കും വീടുകളിലേക്ക് നേരത്തെ തന്നെ വരാം. എന്തായാലും വളരെ രസകരമായിട്ടുള്ള കാര്യം. ഇന്ന് ഞാൻ കുഞ്ഞു കുടിക്കാൻ നിന്നപ്പോൾ ദൂരെ നിന്നൊരു അമ്മൂമ്മയും കൊച്ചുമോളൂടെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനിവിടെ കുഞ്ഞോട് പറഞ്ഞു, ഈ അമ്മൂമ്മയും ചേച്ചിയും കൂടെ വരുന്ന കണ്ടോ. അപ്പോൾ എന്താണ് ഇതൊക്കെ ചിലപ്പം വീട്ടിലുള്ളവർക്ക് ചിലപ്പം വരാൻ സമയം കാണത്തില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയി വന്ന് കാണത്തില്ല. അപ്പം നേരത്തെ എന്ത് ചെയ്യും, അച്ഛനോടും അമ്മയോടും ഓർഡർ വാങ്ങിച്ച് വെച്ചേക്കും. നിങ്ങൾ വരാൻ താമസിക്കുകയാണെങ്കിൽ ഞാൻ അമ്മൂമ്മയും കൂട്ടി പോകും, അല്ലെങ്കിൽ അമ്മൂമ്മയും കൂട്ടി പോകും എന്ന് പറഞ്ഞിട്ട് ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ആണല്ലോ ഞങ്ങളൊക്കെ അങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പൂപ്പനെ അമ്മൂമ്മയെ കൂട്ടി കുഞ്ഞിലേക്ക് പോകുന്ന എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പൂപ്പൻ ഇല്ല, അമ്മൂമ്മ അച്ഛൻ്റെ അമ്മയായിട്ടൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചതായിരുന്നു. അപ്പം അങ്ങനെ പോകുന്ന ഓർമ്മയുണ്ട്. അപ്പം മിക്കവാറും വീടുകളിലൊക്കെ ഈ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നല്ല പ്രയോജനമാണ് അവരെ കൊണ്ട്. പിന്നെ അച്ഛനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഇത്തിരി സ്നേഹം കൂടുതലായിട്ട് തരുന്നവരല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുറേ കാഴ്ചകളുണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങാനും ഉണ്ട്, അതും വാങ്ങാം അല്ലേ. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ ഇതുവഴി 2 പേരിങ്ങനെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, കുഞ്ഞിനോട് പറയുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഉത്സവമൊക്കെ വരുമ്പോൾ പോകണം. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. കുറച്ച് നേരത്തേക്ക് നമ്മൾ വേറെ ഒന്നും ഓർക്കില്ല. അതൊക്കെ കണ്ട് ആളുകളെയൊക്കെ കണ്ട് കുട്ടികളുടെ കളിയും ചിരിയൊക്കെ കാണാം. അവിടെ പല രീതിയിലുള്ള ആളുകളല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരെയും കാണാം, മനസ്സിന് സന്തോഷം, ലൈറ്റ്, സൗണ്ട്, പരിപാടികൾ, മനസ്സൊന്നും റിഫ്രഷ് ആകും. അതിനൊക്കെ പറ്റിയ കാര്യം തന്നെയാണ് ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ. അതിനൊക്കെ എല്ലാവരും പോകണം. ഓക്കെ.